എല്ലാവർക്കും നമസ്കാരം. കേരള ഈറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോദകമാണ് സ്പെഷ്യൽ റെസിപ്പി. പ്രധാനമായും നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഒരു ടൈപ്പിലുള്ള അരി വെച്ചും അതുപോലെ നല്ല മണമുള്ള ബസ്മതി റൈസും പശിമ കൂടുതൽ വരുന്ന അരികൾ മിക്സ് ചെയ്ത് പൊടിച്ചും മോദകം ഉണ്ടാക്കാം. മോദകം ഉണ്ടാക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് കുഴച്ച മാവിന്റെ രൂപീകരണമാണ്. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി നല്ലവണ്ണം തിളച്ച വെള്ളം ചേർത്ത് ഇടതടവില്ലാതെ ഇളക്കിയെടുക്കുക. ചെറുതായിട്ട് ചൂടാറുമ്പോൾ കുഴച്ചെടുക്കുന്നതിനായി മാവ് വലിയ വട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റി അല്പം നെയ്യ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ മുഴുവൻ മാവും ഒരു വലിയ ബോൾ പോലെയാക്കി അതിനു മുകളിൽ അല്പം നെയ്യ് തടവി ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക. മോദകത്തിലെ ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് തേങ്ങയും ശർക്കരയും അതുപോലെ ജീരകവും കുറച്ച് നെയ്യും ജാതിക്കാപ്പൊടിയും ഒരു പിടി വെളുത്ത എള്ളും. ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ ശർക്കരയും കുറച്ച് നല്ല ജീരകവും ഒരു പകുതി ജാതിക്ക ഗ്രേറ്റ് ചെയ്തതും കുറച്ച് വെളുത്ത എള്ളും ചേർത്ത് ഇളക്കി പാകമാകുമ്പോൾ എടുത്തു മാറ്റിവെക്കുക. മോദകത്തിന്റെ ഷേപ്പ് നമുക്ക് കൈവച്ച് ചെയ്യാൻ സാധിക്കും, കൊഴുക്കട്ട ചെയ്യുന്നത് പോലെ തന്നെ. അതേപോലെ മാർക്കറ്റിൽ നിന്ന് ഇതേപോലെയുള്ള മോൾഡുകൾ മേടിക്കാൻ കിട്ടും. ഈ മോൾഡിലേക്ക് കുറച്ച് നെയ്യ് തടവി അതിലേക്ക് മാവ് നിറച്ചു കൊടുത്ത് ഒരു വിരലുകൊണ്ട് മോൾഡിന്റെ സൈഡുകൾ മുഴുവൻ ഫില്ല് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും ചേർത്ത മിശ്രിതം ഫില്ലിംഗ് ആയിട്ട് നിറച്ച് താഴെ ഭാഗം മാവ് വെച്ച് അടയ്ക്കുക. മോൾഡ് തുറന്ന് മോദകം വേവിച്ചെടുക്കാൻ മാറ്റിവെക്കുക. ചോക്ലേറ്റും ടൂട്ടി ഫ്രൂട്ടിയും ഫുഡ് കളറും ഒക്കെ ചേർത്ത് പല വിധത്തിലും വർണ്ണത്തിലുമുള്ള മോദകങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും.
ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചാണ് മോദകങ്ങൾ തയ്യാറാക്കുന്നത്. ഗണപതി ഭഗവാന്റെ ഇഷ്ടഭക്ഷണം. ഇന്നേ ദിവസം നമ്മുടെ വീടുകളിൽ ഗണപതി ഭഗവാൻ വരുമെന്നും ഭഗവാന് നിവേദിക്കാനുമാണ് മോദകങ്ങൾ തയ്യാറാക്കുന്നത് എന്നുമാണ് വിശ്വാസം. ഗണപതി ബപ്പ മോറിയ. ഒരു അപ്പച്ചമ്പ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് ആവി വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോദകങ്ങൾ എടുത്ത് വെച്ച് വേവിച്ചെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കേരള ഈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് കേരള ഈറ്റ്സ്.